ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 1 മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓട്ടോമൻ സാമ്രാജ്യം വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മംഗോളിയൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. ഏത് സാമ്രാജ്യമാണ്? മംഗോളിയൻ സാമ്രാജ്യം. അതായത് മംഗോളിയ എവിടെയാണ്? മധ്യേഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശമാണ്. ഏതാണ്? മധ്യേഷ്യയിൽ നമ്മുടെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശത്തെ ആണ് മംഗോളിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഓർത്തു വെക്കുക. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? വിശാലമായ പുൽമേടുകളും മരുഭൂമിയും പർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശമാണ് നമ്മുടെ മംഗോളിയ എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് ഉയർന്ന ചൂടും തണുപ്പ് കാലത്ത് അതിശൈത്യവുമാണ് ഇവിടത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയുള്ള ജനങ്ങൾ, അതായത് നാടോടികളെ പോലെ കൂടാരങ്ങളിലാണ് അവർ കഴിഞ്ഞിരുന്നത്. അതുപോലെ തന്നെ കുതിരപ്പുറത്ത് നാട് ചുറ്റി നടന്ന വിവിധ മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ് ഖാനാണ്. അപ്പോ നമ്മൾ ഇതിനു മുന്നേയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതാണ്? ചെങ്കിസ് ഖാനെയൊക്കെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോ മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ചെങ്കിസ് ഖാനാണ്. ഓർത്തു വെക്കുക, മംഗോളിയൻ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? ചെങ്കിസ് ഖാനാണ്. അതുപോലെ തന്നെ ചെങ്കിസ് ഖാന്റെ ഭരണ കേന്ദ്രം സൈബീരിയയിലെ ഒനോൺ, ഏതാണ്? ഒനോൺ നദീതീരത്തുള്ള കാറക്കോറമായിരുന്നു. അപ്പോ ചെങ്കിസ് ഖാന്റെ ഭരണ കേന്ദ്രം ഏതായിരുന്നു? കാറക്കോറമായിരുന്നു. ഏതാണ്? സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള കാറക്കോറമായിരുന്നു ആരുടെ സാമ്രാജ്യം ഭരണകേന്ദ്രം നിലനിന്നിരുന്നത്? ചെങ്കിസ് ഖാന്റെ ഭരണകേന്ദ്രം നിലനിന്നിരുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ മംഗോളിയൻ സാമ്രാജ്യം എവിടെയാണ്? മധ്യേഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ. ഇവിടത്തെ കാലാവസ്ഥയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഇവിടെ നാടോടികളെ പോലെ ഇവർ കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യം ഉയർത്തിയത് ആരാണ്? ചെങ്കിസ് ഖാൻ ആണ്. ചെങ്കിസ് ഖാന്റെ ഭരണ കേന്ദ്രം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാണ്? കാറക്കോറമായിരുന്നു. ഒനോൺ നദീ തീരത്തായിരുന്നു. ഇത് ഇത്രയും ഓർത്തു വെക്കുക. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായ കുതിരപ്പടയായിരുന്നു. എന്താണ്? ശക്തമായ കുതിരപ്പട ഇവർക്കുണ്ടായിരുന്നു. അതായിരുന്നു മംഗോളിയരുടെ സൈന്യത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ചിലപ്പോൾ ശക്തമായ കുതിരപ്പട ഉണ്ടായിരുന്ന സൈന്യം ഏതായിരുന്നു, അല്ലെങ്കിൽ ഏത് സാമ്രാജ്യമായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആർക്കായിരുന്നു? നമ്മുടെ മംഗോളിയർക്കായിരുന്നു. അതുപോലെ ഇവരുടെ വേറൊരു പ്രത്യേകതയാണ് ഇവർ കുതിരപ്പുറത്തിരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ ഇവരുടെ സൈന്യത്തിന്റെ മുഖ്യ ആകർഷണമായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് സുസംഘടിതമായ ചാരസംഘവും ചെങ്കിസ് ഖാനും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അതുപോലെ തന്നെ സാമ്രാജ്യത്തിന്റെ ഭാഗമായി വിദൂര ദേശങ്ങളേക്ക് ഇവരെന്ത് ചെയ്തു? ഭരണകേന്ദ്രവുമായി ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമൊക്കെ നടപ്പിലാക്കിയിരുന്നു. അപ്പൊ ആദ്യമായി തപാൽ സമ്പ്രദായവും നടപ്പിലാക്കിയത് മംഗോളിയക്കാരാണെന്ന് ഓർത്തു വെക്കുക. ഈ ആശയവിനിമയ സമ്പ്രദായത്തെ കൊറിയർ എന്ന പേരിൽ അറിയപ്പെട്ടു. എന്താണ്? കൊറിയർ എന്ന പേരിൽ അറിയപ്പെട്ടു. വളരെയേറെ വേഗത്തിലുള്ളതും കാര്യക്ഷമവുമായിരുന്നു ചെങ്കിസ് ഖാന്റെ കൊറിയർ സമ്പ്രദായം. അപ്പോൾ ഇവരുടെ കൊറിയർ സമ്പ്രദായം എന്ന് പറയുന്നത് വളരെ സ്പീഡായിട്ടുള്ള ഒരു കാര്യക്ഷമവുമായിരുന്നു ഇവരുടെ കൊറിയർ സമ്പ്രദായം എന്ന് പറയാം. അപ്പോൾ ശക്തമായ കുതിരപ്പട ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? മംഗോളിയർക്കായിരുന്നു. ഇവർക്ക് കുതിരപ്പുറത്തിരുന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന പീരങ്കികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ വിദൂര ദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊറിയർ സമ്പ്രദായമൊക്കെ ഇവർ ഏർപ്പെടുത്തിയത് ആരാണ് എന്ന് ഓർത്ത് വെക്കുക. മംഗോളിയരാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് നോക്കാം, തിമൂർ എന്ന് പറയുന്നത് എന്താണ്? അതായത് സമർഖണ്ഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയായിരുന്നു തിമൂർ എന്ന് പറയാം. അപ്പോ സമർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് തിമൂർ എന്ന് അറിയപ്പെട്ടത്. സാമ്രാജ്യ സ്ഥാപകനായ ചെങ്കിസ് ഖാന്റെ പിന്മുറക്കാരനായിരുന്നു. അപ്പൊ നമ്മൾ മംഗോളിയ സ്ഥാപിച്ചത് ആരാണെന്ന് നമ്മൾ പഠിച്ചു? നമ്മുടെ ചെങ്കിസ് ഖാൻ ആയിരുന്നു. ചെങ്കിസ് ഖാന്റെ പിന്മുറക്കാരനായിരുന്നു ആര്? തിമൂർ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കുക. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ചെങ്കിസ് ഖാന്റെ പിന്മുറക്കാരൻ
ആരായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ആരാണ്? തിമൂറാണ്. യുദ്ധത്തിൽ കാലിന് മുറിവേറ്റ തിമൂർ ടാമർ ലൈൻ, അതായത് മുടന്തനായ തിമൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1398 സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമൂർ വൻ സമ്പത്തുമായാണ് മടങ്ങിയത്. അപ്പൊ ഇദ്ദേഹം യുദ്ധത്തിൽ കാലിന് പരിക്ക് പറ്റിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്തോ പേരിൽ ടാമർ ലൈൻ അല്ലെങ്കിൽ മുടന്തനായ തിമൂർ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെട്ടത്. നമ്മുടെ ചെങ്കിസ് ഖാന്റെ പിന്മുറക്കാരനായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മംഗോളിയന്മാരുടെ പ്രത്യേകതകൾ എന്ന് പറയാം. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് മാലി സാമ്രാജ്യം എന്താണെന്ന് നോക്കാം. ഇവിടെ മാലി സാമ്രാജ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കി വെക്കുക. മാലി സാമ്രാജ്യം എന്ന് പറയുന്നത് മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന, എവിടെയാണ്? മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ മാലി സാമ്രാജ്യം. എവിടെയാണ്? മധ്യകാല ആഫ്രിക്കയിലാണ് നിലനിന്നിരുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ആയിരുന്നു ഇവരുടെ, അപ്പോൾ ഇവരുടെ ഭരണകേന്ദ്രം ഏതായിരുന്നു? പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ആയിരുന്നു ഇവരുടെ ഭരണകേന്ദ്രം. അതുപോലെ തന്നെ സാമ്രാജ്യം പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൻമൗസ എന്നറിയപ്പെടുന്ന കങ്കൻ മൂസയാണ് മധ്യകാല ആഫ്രിക്കയിലെ, അപ്പോൾ മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധനായ ഭരണാധികാരി ആരായിരുന്നു? കങ്കൻ മൂസ. ആരായിരുന്നു? കങ്കൻ മൂസ. ഇദ്ദേഹം ഇവിടെ വലിയ സ്വർണ്ണ ശേഖരമായിരുന്നു. മാലി അക്കാലത്തെ സമ്പന്നമായ പ്രധാന പ്രദേശവുമായിരുന്നു. ഇവിടെ ഒരുപാട് സ്വർണ്ണ ശേഖരം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ സമ്പന്നമായ പ്രദേശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ പ്രധാന സംസ്കാര കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്നു മാലി. ഓക്കെ. അതുപോലെ തന്നെ ടിംബുക്തു, വെനീസ്, ഗ്രാനഡ, ജനോവ എന്നിവിടങ്ങളിൽ നിന്ന് വ്യാപാരികൾ സ്വർണം, ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായി ടിംബുക്തുവിലെത്തിയിരുന്നു. ഓക്കെ. അപ്പോ ഇവിടത്തെ ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവും, മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സംസ്കാര കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്നു മാലി സാമ്രാജ്യത്തിലെ ഏത്? ഇവിടെയും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം. ടിംബുക്തു എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇവർക്ക് അടിമ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രവുമായിരുന്നു ഏത്? ടിംബുക്തു. ടിംബുക്തുവിൽ സ്ഥിതി ചെയ്തിരുന്ന സർവകലാശാല മധ്യകാല ലോകത്തിലെ പ്രധാന വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. കങ്കൻ മൂസ പണികഴിപ്പിച്ച ടിംബുക്തുവിലുള്ള ഗ്രേറ്റ് മാസ്ക് ഗ്രേറ്റ് മോസ്ക് മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു. അപ്പൊ മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗ്രേറ്റ് മോസ്ക് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ കങ്കൻ മൂസയെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ആരായിരുന്നു ഇവരുടെ പ്രധാന സാമ്രാജ്യത്തിലെ കച്ചവട കേന്ദ്രമായിരുന്നു ഏത്? ടിംബുക്തു എന്ന് പഠിച്ചു. അവിടെ എന്തോന്നുണ്ടായിരുന്നു? വിജ്ഞാന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, സർവകലാശാല ഉണ്ടായിരുന്നു, അടിമ കേന്ദ്രമായിരുന്നു. ഇതെല്ലാം ഓർത്തു വെക്കുക. അടുത്തത് നമുക്കിത് ഈ ഒരു കോളത്തിലുള്ളത് നോക്കാം. മക്കയിലേക്കുള്ള യാത്ര. അതായത് കങ്കൻ മൂസ 1324 മക്കയിലേക്ക് നടത്തിയ യാത്ര ലോക പ്രസിദ്ധമാണ്. അതായത് അദ്ദേഹം എന്ത് ചെയ്തു? കിലോ കണക്കിന് സ്വർണ്ണക്കട്ടികളുമായാണ് അദ്ദേഹവും സംഘവും യാത്ര തിരിച്ചത്. യാത്രയിൽ കണ്ട സാധുക്കൾക്കും പള്ളികൾക്കും തീർത്ഥാടകർക്കും ഒക്കെ ഇദ്ദേഹം ദാനമായി സ്വർണമാണ് നൽകിയത്. അതുപോലെ മാലി സാമ്രാജ്യത്തിലേക്ക് അധ്യാപകരെയും മതപണ്ഡിതന്മാരെയും ക്ഷണിക്കാൻ കൂടിയായിരുന്നു അദ്ദേഹം മക്കയിലേക്ക് പോയത്. മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഭരണാധികാരിയായിരുന്നു കങ്കൻ മൂസയെ ഇബ്നു ബത്തൂത്തയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ കങ്കൻ മൂസയെ ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിക്കുന്നത് എന്തോന്നാണ്? മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണകാരി എന്നാണ് ഇബ്നു ബത്തൂത്ത ആരെ വിശേഷിപ്പിച്ചത്? നമ്മുടെ കങ്കൻ മൂസയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ആരുടെ പ്രത്യേകതകൾ? മാലി സാമ്രാജ്യത്തിന്റെ പ്രത്യേകതകൾ. അതായത് മാലി സാമ്രാജ്യം എവിടെയായിരുന്നു? മധ്യകാല ആഫ്രിക്കയിലായിരുന്നു മാലി സാമ്രാജ്യം ഭരിച്ചത് ആരാണ്? കങ്കൻ മൂസയാണ്. ഓർത്തു വെക്കുക. അവരുടെ പ്രധാന കച്ചവട കേന്ദ്രം ടിംബുക്തു ആയിരുന്നു. പിന്നെ അടിമ കേന്ദ്രവും ഇവിടെ തന്നെയായിരുന്നു. സർവകലാശാല സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ചത് എന്താണ്? ഏറ്റവും സമ്പന്നനായ ഭരണാധികാരി എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഓർത്തു വെക്കുക. ഓക്കെ. അടുത്തത് ലെറ്റസ് മൂവ് ഓൺ. ചൈനയും ജപ്പാനും. അതായത് മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ ശക്തമായ ഭരണവ്യവസ്ഥകൾ നിലനിന്നിരുന്ന രാജ്യങ്ങളായിരുന്നു ചൈനയും ജപ്പാനും. ഏതൊക്കെയാണ്? ചൈനയും ജപ്പാനും. മധ്യകാലഘട്ടത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ടാങ് രാജാവാണ്. ആരാണ്? ടാങ് രാജാവാണ് ചൈന ഭരിച്ചിരുന്നത്. ആരാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. മധ്യകാലഘട്ടത്തിൽ ചൈന ഭരിച്ചിരുന്നത് ആരാണ്? ടാങ് രാജാവാണ്. രാജ്യത്തിന്റെ പരമാധികാരം ചക്രവർത്തിയിൽ നിക്ഷിപ്തമായിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയും മികവും മാനദണ്ഡമാക്കി മത്സര പരീക്ഷ
പരീക്ഷകളിലൂടെയാണ് ഇവിടെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തിരുന്നത്. അത് ഓർത്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ മതസഹിഷ്ണുത പുലർത്തിയിരുന്ന ടാങ് ഭരണാധികാരികളിൽ കച്ചവടത്തിന്റെയും പ്രോത്സാഹകരായിരുന്നു. അതുപോലെ തന്നെ ടാങ് രാജവംശത്തിന് ശേഷം സോങ്, മിങ്, മഞ്ജു രാജവംശങ്ങൾ ചൈന ഭരിച്ചു. അപ്പൊ ഏതൊക്കെയാണ്? സോങ്, മിങ്, മഞ്ജു എന്ന് പറയുന്ന രാജവംശങ്ങൾ ടാങ് രാജവംശത്തിന് ശേഷം ചൈന ഭരിക്കുകയുണ്ടായി. അതും ഓർത്തു വെക്കുക. അപ്പോൾ ചൈന ഇവിടെ മധ്യകാലഘട്ടത്തില് ശക്തമായ ഭരണവ്യവസ്ഥകൾ നിലനിന്നിരുന്ന രാജ്യങ്ങളായിരുന്നു ചൈന. ചൈന ഭരിച്ചിരുന്നത് ആരാണ്? നമ്മുടെ ടാങ് വംശജരാണ്. ഓക്കെ. അതുപോലെ തന്നെ മധ്യകാല ജപ്പാനിലും രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചിരുന്നത് ആരാണ്? ചക്രവർത്തിക്കാണ്. അധികാരം കൈയാളിയിരുന്നത് ഷോഗണുകൾ എന്നറിയപ്പെട്ട ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു. അപ്പോൾ ചൈനയും ജപ്പാൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജപ്പാനിലാണെങ്കിൽ ഷോഗണുകളാണ് അധികാരം കൈപ്പെടുത്തി വെച്ചിരുന്നത്. ആരാണ്? ഷോഗണുകളായിരുന്നു. അവർ ആരായിരുന്നു? ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു. ഭൂമിയുടെ നിയന്ത്രണവും ഷോഗണുകൾക്കായിരുന്നു. ടോക്കിയോ ഭരണകേന്ദ്രമായി വികസിച്ചത് ഷോഗണുകളുടെ കാലത്താണ്. അപ്പോൾ ടോക്കിയോ വലിയൊരു ഭരണകേന്ദ്രമാക്കിയത് ആരുടെ കാലത്തായിരുന്നു? ഷോഗണുകളുടെ കാലത്തായിരുന്നു. അപ്പോൾ ചൈനയും ജപ്പാനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ചൈനയിലെ ഭരണാധികാരി ആരായിരുന്നു? ടാങ് വംശജനായിരുന്നു. അത് കഴിഞ്ഞിട്ട് മധ്യകാല ജപ്പാൻ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഷോഗണുകളായിരുന്നു മധ്യകാല ജപ്പാൻ ഭരിച്ചിരുന്നത്. ഇത് ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ് ക്ലാസ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.